ആദ്യം അമ്മയ്ക്കും ഈശോയ്ക്കും മൂന്നാമത്തെ തവണ ഈ അൾത്താരയിൽ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിമ്മി. ഇതെൻ്റെ മോള് ആഷ്ന. മോളുടെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് മോൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവളുടെ പരീക്ഷയിൽ ഒരു PG പരീക്ഷ, ഫിസിയോതെറാപ്പി PG പരീക്ഷയിൽ ഒരു വിഷയത്തിന് 3 മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ റീവാലുവേഷന് കൊടുത്തപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച ഉപ്പ് ലാപ്ടോപ്പിലൊക്കെ ഇട്ട് ഓൺലൈനിലാണ് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ ഇട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ കൊടുത്തത്. അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളും പാസ്സായി. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത് എൻ്റെ മോൾക്ക് ജോലി കിട്ടാൻ അധികം താമസിയാതെ ജോലി കിട്ടണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ജോലിക്ക് ഒരു കരാർ അടിസ്ഥാനത്തിലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലി കിട്ടി. ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളുടെ വിവാഹത്തിന് ഞങ്ങൾ ഒരുപാട് ഏജൻസികളിലൊക്കെ കൊടുത്ത് എന്നിട്ടൊന്നും അങ്ങനെ ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചി ഒരു കാര്യം കൊണ്ടുവന്ന് അങ്ങനെ അത് നടന്നു. നല്ലൊരു മകനെ, ദൈവവിശ്വാസവും ദൈവഭയവും എല്ലാം ഉള്ള നല്ലൊരു മകനെ അവൾക്ക് ഭർത്താവായി ലഭിച്ചു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ വഴിയരികിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചോറ് പൊതി കൊണ്ടുപോയി കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടുന്ന് പത്രങ്ങൾ മേടിച്ചിട്ട് ഞാൻ ബസ് കയറി ദൂരെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകും. എന്നിട്ട് ഇറങ്ങിയിട്ട് നടന്ന് എനിക്ക് കിട്ടിയ എല്ലാ ഇതും അവരോട് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ പേപ്പർ കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മമാരുടെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഞാൻ പോയി അമ്മമാരെ ഡയപ്പർ മാറ്റുകയും അവരുടെ യൂറിൻ ബാഗ് empty ചെയ്യുകയും പിന്നെ നഖം വെട്ടിക്കൊടുക്കുകയും അവരോട് ഒത്തിരി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അതായതാണ് ഞങ്ങൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷ്ന. ഞാൻ ഫിസിയോതെറാപ്പി PG പഠിക്കുന്ന സമയത്ത് എക്സാമിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. നല്ലോണം പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ ഞങ്ങൾ 7 പേരായിരുന്നു എക്സാം എഴുതണത്. എല്ലാവരുടെയും പേരെഴുതി എല്ലാവരും പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിച്ച് എക്സാം എഴുതി. എക്സാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എഴുതി പാസ്സായി. ഞാൻ ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ പാസ്സാവാനുള്ള അത്രയും തന്നെ എഴുതി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ബാക്കി 6 പേരും പാസ്സായി, ഞാൻ മാത്രം ഫെയിലായി. 3 മാർക്കിനാണ്. അപ്പോൾ എനിക്ക് വിഷമമായി. കാരണം എല്ലാവരും ഒരാൾ കോളേജിൽ നിന്ന് ഒരാൾക്കാണ് 3 മാർക്കിന് പോയേക്കണം. അപ്പോൾ ഭയങ്കര സങ്കടമായി. എക്സാം എഴുതാൻ പോണേ മുന്നേ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും, എല്ലാവർക്കും കൊടുക്കും. ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര സങ്കടമായി റിസൾട്ട് വന്ന സമയത്ത്. അപ്പോൾ പിന്നീട് ഞാൻ രണ്ടാമതൊന്നും കൂടെ വന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നമുക്ക് പേപ്പർ ഒന്നുകൂടെ എടുത്ത് നോക്കാം. അപ്പോൾ പേപ്പർ എടുത്ത് നോക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞു ഡിജിറ്റൽ വാല്യുവേഷനാണ്, അതിൽ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കമ്പ്യൂട്ടറിന് തെറ്റും എന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ട്, വെറുതെ എന്തിനാ പൈസ കളയണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച സാരമില്ല, എന്തായാലും പ്രാർത്ഥിക്കാം, മാതാവ് എന്തായാലും തരും. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ വെച്ച് അങ്ങനെ ഞാൻ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴും ടീച്ചേഴ്സ് പറഞ്ഞ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാം, ഭയങ്കര പണിയാണ്. ഒരാൾക്കും റീവാലുവേഷൻ വഴി ആരെയും പാസ്സാക്കൂല. മാത്രമല്ല റീവാലുവേഷൻ കൊടുക്കാൻ തന്നെ സമ്മതിക്കൂല. അങ്ങനെ ലാസ്റ്റ് ഞാൻ യൂണിവേഴ്സിറ്റി വിളിച്ച് വെച്ചപ്പോൾ അവർ കൊടുക്കാൻ വേണ്ടി അപ്രൂവ് ചെയ്തെങ്കിലും അവർ പറഞ്ഞു ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിൽ നിങ്ങളെ കാര്യം സാറുമാരോട് പറയണം. ആ പറയുന്ന സമയത്ത് സാറുമാർ അത് കേട്ട് നിങ്ങൾക്ക് റിവാലുവേഷൻ അപ്രൂവ് ആണെങ്കിൽ മാത്രം കൊടുക്കാൻ പറ്റും. അപ്പോഴും അവർ പറഞ്ഞത് മോളെ ഇത്രയും കാലം എല്ലാവരും കൊടുത്ത് ആർക്കും ഇതുവരെ പാസ്സായിട്ടില്ല, നിങ്ങൾ വെറുതെ ഇതിൻ്റെ പുറകെ നടന്ന് അടുത്ത പരീക്ഷ എഴുതി പാസ്സാവാൻ നോക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഡേറ്റ് വന്ന് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കയറി നോക്കും, ഈ കോൺഫറൻസ് മീറ്റിങ്ങിൻ്റെ ഡേറ്റെങ്കിലും വന്നാൽ നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഒരു ദിവസം കോൺഫറൻസ് മീറ്റിങ്ങിൻ്റെ ഡേറ്റ് വന്നപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ അവരോട് കാര്യം പറയാമല്ലോ. അപ്പോൾ സാറുമാർ സൂം മീറ്റിംഗ് വഴിയാണ്
ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ നല്ലോണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലവർ കണ്ടത് ഒരു ടീച്ചർ ഇട്ടേക്കണത് ഒരു ക്വസ്റ്റ്യന് മാർക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അതിലൊരു പ്രതീക്ഷയുണ്ട്, മാർക്ക് ഇട്ടിട്ടില്ലല്ലോ, അതിൽ കിട്ടുമല്ലോ എന്ന്. അപ്പോഴും പറഞ്ഞ് നമ്മൾ അതിന് മാർക്ക് ഇട്ട് തന്നെയാണെങ്കിൽ ആ കറക്റ്റ് ചെയ്ത ടീച്ചറിന് അത് പ്രശ്നമാണല്ലോ, അപ്പോൾ അതും കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം ഞാൻ പിന്നെയും പ്രതീക്ഷയൊക്കെ മാറി സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും എന്നാലും. എന്നിട്ട് സപ്ലിമെൻ്ററി പരീക്ഷ ഡേറ്റ് വന്നു. പരീക്ഷ ഞാൻ എഴുതി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇതേപോലെ റിസൾട്ട്. ഞാൻ വഴിയരികിലെ ആൾക്കാർക്ക് പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടി പോയി. തിരിച്ച് വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നേക്കാം, റിവാലുവേഷനിൽ ഞാൻ പാസ്സായി. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞ, ആഷ്ന ഇത് ഒരിക്കലും നടക്കണ കാര്യമല്ല, കാരണം ഇത്രയും നാൾ ഫിസിയോതെറാപ്പിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റണതും അതും മാർക്ക് കൂട്ടിയിട്ട് പാസ്സാക്കണതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു സാറ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടോ തൻ്റെ കാര്യത്തിലൊരു മിറക്കിൾ സംഭവിച്ചാലോ എന്ന് വിചാരിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളും കൂടി പറഞ്ഞിട്ടാണ് ഇതിനുവേണ്ടി ഞാൻ പോയത് തന്നെ. പേരൻസും സപ്പോർട്ട് ചെയ്ത്. പക്ഷെ ഭയങ്കര സങ്കടമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ എൻഗേജ്മെൻറ്റും കൂടി ആയിരുന്നു റിസൾട്ട് വന്നിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ അതും എനിക്ക് മാതാവ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയതെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ അതേപോലെ കല്യാണം ഏജൻസികളിൽ സാധാരണ കൊടുക്കണ പോലെ എല്ലായിടത്തും കൊടുത്തു. പക്ഷെ ഞാൻ പൊതുവെ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ വീട്ടുകാർ നോക്കാൻ പറയും, നമ്മൾ പൊതുവെ നോക്കൂല, അങ്ങനെ വെക്കും. പിന്നെ അതുവഴി അമ്മ ഒരാളോട് പറഞ്ഞിട്ട് എൻ്റെ കല്യാണം ഉറച്ച്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ നല്ലൊരാളെ തന്നെ എനിക്ക് കിട്ടി. മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. സങ്കീർത്തനങ്ങൾ 37, 23, 24 തിരുവചനങ്ങൾ. മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആനി സിബി എന്ന ഈ സഹോദരിയും ആഷ്ന എന്ന മകളും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായി സാക്ഷ്യത്തിൽ പങ്കുവെച്ചത് മകളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫിസിയോതെറാപ്പി ഒരു വിഷയം പരാജയപ്പെട്ടതും അത് ഒരു തരത്തിലും റിവാലുവേഷനിലൂടെ വിജയിക്കുവാനാവില്ലെന്ന് അത് അധ്യാപകരും അറിയാവുന്ന എല്ലാവരും, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റി അല്പം സ്ട്രിക്റ്റ് വാലുവേഷൻ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അനുവദിച്ച് കൊടുക്കില്ലെന്ന് മകളോട് പറയുമ്പോഴും അസാധ്യ കാര്യങ്ങൾ നേടിത്തരുന്ന പരിശുദ്ധമ്മയുടെ സവിധത്തിൽ എല്ലാ മെറിറ്റും 0 തീരുമ്പോൾ കൃപയാൽ മാത്രം അനുഗ്രഹിക്കപ്പെടുമെന്ന ഉറപ്പുള്ള ഉടമ്പടിയുടെ ബലത്തിൽ മകൾ അതിനുവേണ്ടിയ പരിശ്രമം നടക്കുകയും ആ പരിശ്രമത്തിന് മകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരു പരിധിയുണ്ട്. എല്ലാത്തിനും നമുക്ക് പരിധിക്കപ്പുറമുള്ളത്, നമ്മുടെ പരിശ്രമങ്ങൾ പോലും എത്തിപ്പിടിക്കുവാനാവാത്തത്, അതൊക്കെയും ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ കൃപയുടെ ബോണസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹമാകുവാൻ എളുപ്പമാണ്. അത് ഉടമ്പടിയുടെ മെക്കാനിസമാണ്. ഉടമ്പടിയിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ, പ്രവേശിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വാക്ക് കൊടുക്കുന്നുണ്ട്. അത് എന്നും പരിശോധിക്കണം. ഞാൻ എൻ്റെ കർത്താവിന് കൊടുത്ത വാക്കുകൾ, ആ ഉടമ്പടി നിബന്ധനകൾ അത് പാലിക്കുവാനും ജീവിക്കുവാനും നിരന്തരമായ ശ്രദ്ധ പുലർത്തുന്നുണ്ടോ? അതിലെവിടെയെങ്കിലുമൊക്കെ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നാം കരുതുന്നതിനപ്പുറമുള്ള അനുഗ്രഹത്തിൻ്റെ പെരുമഴ അമ്മ ഈശോയിലൂടെ നമുക്ക് അനുവദിച്ചു തരും. ഈ കുടുംബം ഇന്ന് നന്ദിയോടെ ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഈ അമ്മ 13 തവണ ഉടമ്പടി പുതുക്കിയതിൻ്റെ പിൻബലമുണ്ട്. അത് എപ്പോഴെങ്കിലും ഒന്ന് പുതുക്കിപ്പോകുന്നതല്ല അമ്മയുടെ രീതി. കൃത്യമായി ഉടമ്പടി പുതുക്കിക്കൊണ്ട് തൻ്റെ കുടുംബത്തെ, തൻ്റെ മകളെ, തൻ്റെ ജീവിത വിഷയങ്ങളെ എന്നും കൃപാസന മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ സാധാരണ വരുന്ന സങ്കടങ്ങളെപ്പോലും അമ്മ മാതാവിൻ്റെ നിരന്തരമായ ശ്രദ്ധയാൽ പരിഹരിക്കപ്പെട്ട സമാധാനത്തിൽ ജീവിതത്തിൻ്റെ ഓരോ കാര്യവും മുന്നോട്ട് മേൽഗതിയിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടി അമ്മ മാതാവിൻ്റെ അരികിൽ നടത്തുന്ന വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതമാണ് മകളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ലഭിച്ച ഓരോ അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാനമാകുന്നത്.
പ്രിയമുള്ളവരെ, നമ്മൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലൂടെ നമ്മുടെ കുടുംബം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. നാം പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവികമായ സംരക്ഷണം ലഭിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടിയെടുത്ത് ഉറപ്പോടെ ജീവിതത്തെ സമർപ്പിക്കുകയാണെങ്കിൽ അത് അനേകർക്ക് അനുഗ്രഹമാകും വിധം അബ്രഹാത്തെ പോലെ നമ്മുടെ ജീവിതം ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. അതിന് നിരന്തരം നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അപ്രതീക്ഷിതമായ വിജയത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.